السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على سيد المرسلين وآل كل وصحابة أجمعين. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبد الله ورسوله. أما بعد. സർവാദരണീയരായ സഭാധ്യക്ഷൻ സയ്യിദ് പൂക്കോയ തങ്ങൾ, സദസ്സിലും വേദിയിലുമുള്ള പ്രിയപ്പെട്ട പണ്ഡിതന്മാർ, മുത്തഅല്ലിമീങ്ങൾ, ഈ പരിപാടിയിൽ പങ്കാളികളാകാൻ എത്തിച്ചേർന്നിട്ടുള്ള സ്ഥാപനത്തിന്റെ മുഹിബ്ബീങ്ങൾ, സുന്നത്ത് ജമാഅത്തിന്റെ വിവിധ മഹല്ലുകളിൽ വിവിധ സ്ഥാനങ്ങൾ വഹിക്കുന്ന പ്രവർത്തകർ, സഹോദരിമാരെ, സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച പ്രകാരം അവന്റെ തീരുമാനങ്ങൾ അവൻ നടപ്പിലാക്കുകയാണ്. ഇവിടെ മുമ്പൊരു വീടായിരുന്നു. ആ വീട് ഭാവിയിൽ ഒരു പള്ളിയും ഒരു ദർസും ഒരു പ്രസ്ഥാനവും ഒക്കെയായി മാറുമെന്നത് റബ്ബിന്റെ തീരുമാനം. ആ തീരുമാനം സാക്ഷാത്കരിക്കാൻ റബ്ബ് തെരഞ്ഞെടുത്തത് ഖാസി മുസ്ലിയാരെയാണ്. ഖാസി മുസ്ലിയാരുടെ പ്രവർത്തന ഫലമായി അൽഹംദുലില്ലാഹ് ഈ സ്ഥാപനം ഈ രൂപത്തിൽ വളർന്നു പന്തലിച്ചു. ആദ്യമായി തന്നെ ഹിഫ്ളുൽ ഖുർആൻ കോളേജ് തുടക്കം കുറിച്ചതാണ്. ഏതാണ്ട് 30-ൽ മേലെ ഹാഫിളീങ്ങൾ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഖുർആൻ മനഃപ്പാഠമാക്കി ഈ സമുദായത്തിന് സേവനം ചെയ്യാൻ രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് ദർസ് മാത്രമായി മാറി. ഇപ്പോൾ ഒരു താല്പര്യം ഹിഫ്ളുൽ ഖുർആൻ വീണ്ടും ആരംഭിക്കണം എന്നുള്ളതാണ്. ആ ഹിഫ്ളുൽ ഖുർആന്റെ ആരംഭ സുദിനമാണ് ഇന്നത്തെ ഈ ദിവസം. ബഹുമാനപ്പെട്ട മുത്തന്നൂർ തങ്ങളവറുകളാണ് ഈ സദസ്സിന്റെ മുഖ്യ ഗസ്റ്റായി നമ്മളിലേക്ക് എത്തിപ്പെടുന്നു. അതുകൂടാതെ നിരവധി സാദാത്യങ്ങളും ധാരാളം പണ്ഡിതന്മാരും എല്ലാം ഈ സദസ്സിന്റെ നിറസാന്നിധ്യമാണ്. ഖുർആൻ മനഃപ്പാഠമാക്കുന്നവരെ നമ്മൾ വിളിക്കുന്ന വിളിയാണല്ലോ ഹാഫിൽ, ഹാഫിളീങ്ങൾ, ഹാഫിൾ. യഥാർത്ഥത്തിൽ ഹാഫിൾ എന്ന് പറയപ്പെടുന്നവർ പഴയ കാലത്ത് അവരെ അങ്ങനെ ഹാഫിളീങ്ങളെന്ന് വിളിക്കാറില്ല. സഹാബത്തിന്റെ കാലത്താണെങ്കിലും താബീങ്ങളെ കാലത്താണെങ്കിലും തബഉ താബീങ്ങളെ കാലത്താണെങ്കിലും ഖുർആൻ മനഃപ്പാഠമാക്കിയവരെ ഹാഫിൾ എന്ന പേരിൽ അറിയപ്പെടാറില്ല. കാരണം ആ കാലഘട്ടത്ത് ഖുർആൻ മനഃപ്പാഠമാക്കാത്തവര് കുറവാണ്. ഒരു കാരണം അതാണ്. രണ്ടാമത്തെ കാരണം, ഹാഫിൾ എന്ന് വിളിക്കണമെങ്കിൽ 1,00,000 ഹദീസെങ്കിലും മനഃപ്പാഠം. സനദോടുകൂടെ 1,00,000 ഹദീസ് മനഃപ്പാഠമാക്കുമ്പോഴാണ് അവരെ ഹാഫിൾ എന്ന പേരിൽ അറിയപ്പെടുക. ഇമാം സുയൂത്തി തങ്ങൾ
3 ലക്ഷം ഹദീസ് മനപ്പാടമുള്ളയാളാണ്. അതുകൊണ്ട് തന്നെ അവരെ ഹാഫിള് സുയൂത്തി എന്ന പേരിൽ അറിയപ്പെടും. ഹാഫിള് ദഹബി. ഇവരൊക്കെയും ഹാഫിൾ എന്ന് വിളിക്കപ്പെടുന്നത് ഖുർആൻ മനപ്പാടമാക്കിയത് കൊണ്ടല്ല. ഏറ്റവും ചുരുങ്ങിയത് 1 ലക്ഷം ഹദീസെങ്കിലും മനപ്പാടമാക്കണം. അങ്ങനെയുള്ളവരെ ഹാഫിൾ എന്ന് പറയാറുണ്ട്. കിതാബുകളിൽ എവിടെയെങ്കിലും ഇമാമിങ്ങളിലേക്ക് ചേർത്തുകൊണ്ട് ഹാഫിൾ എന്ന് പറയപ്പെട്ടാൽ അതിന്റെ അർത്ഥം ഖുർആൻ മനപ്പാടമാക്കിയവരെന്നല്ല. ഏറ്റവും ചുരുങ്ങിയത് 1 ലക്ഷം ഹദീസ് മനപ്പാടമാക്കിയവർ. 1 ലക്ഷം ഹദീസ് മനപ്പാടമാക്കുക എന്ന് പറഞ്ഞാൽ ലാ യുമിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവൽദിഹി വന്നാസി അജ്മഈൻ. ഇങ്ങനെ 1 ലക്ഷം ഹദീസ് മനപ്പാടമാക്കലല്ല. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തുന്നത് വരെ ആരിലൂടെയാണോ ഈ ഹദീസ് കടന്നു വന്നത് ആ റിജാലിനെ മുഴുവനും മനപ്പാടമാക്കണം. അവരെ പേരും അവരെ അവസ്ഥകളും എല്ലാം മനപ്പാടമാക്കലോടുകൂടെ ഹദീസും മനപ്പാടമാക്കുമ്പോഴാണ് 1 ഹദീസ് ആവുക. അങ്ങനെ 1 ലക്ഷം ഹദീസ് മനപ്പാടമാക്കിയാൽ ഹാഫിൾ. ഇന്ന് ഈ ലോകത്ത് ഹദീസ് ഒന്ന് മനപ്പാടമാക്കിയിട്ട് നമുക്ക് ഹാഫിളാകാൻ ശ്രമിച്ചാൽ ആ ശ്രമം നടക്കൂല. ഓർമ്മശക്തി ഉണ്ടായിട്ടും കാര്യമില്ല, ബുദ്ധി ഉണ്ടായിട്ടും കാര്യമില്ല. കാരണം ഇന്ന് ലോകത്ത് 1 ലക്ഷം ഹദീസ് നിലവിൽ ഇല്ല. ഇമാം മുസ്ലിം, ഇമാം ബുഖാരി 2 ഹദീസ് ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാലും ആവർത്തനം കൂടാതെ ഏതാണ്ട് ഒരു 3-4 ഹദീസുകൾ രണ്ടിലുമുള്ളൂ. ബുഖാരിയിലും 4000, മുസ്ലിമിലും 4000. ആവർത്തനം വന്നാൽ തന്നെയും ഒരു 10000 ഹദീസ് തികയൂല. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തങ്ങൾ 5 ലക്ഷം ഹദീസ് ക്രോഡീകരിച്ചു. അതിൽ നിന്ന് ആകെ 4000 ഹദീസ് അല്ലെങ്കിൽ 7000 ഹദീസ് മാത്രമാണ്, 10,000-ൽ താഴെ ഹദീസ് മാത്രമാണ് ബുഖാരിയിൽ ഉള്ളത്. ഇന്ന് ലോകത്തുള്ള ഏതെല്ലാം ഹദീസ് ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാലും 1 ലക്ഷം ഹദീസ് കാണുവാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി ഒരു ഹാഫിളാകാൻ പറ്റൂല. ശ്രമിച്ചാൽ ശ്രമം നടക്കൂല. പിന്നെ ഹാഫിൾ എന്ന പേര് വരാൻ സാധ്യതയുള്ളത് പരിശുദ്ധ ഖുർആൻ മനപ്പാടമാക്കുക എന്നതാണ്. അങ്ങനെ ആ ഖുർആൻ മനപ്പാടമാക്കി അതിലൂടെ ഹാഫിൾ എന്ന പേര് പിൽക്കാലത്ത് വന്നതാണ്. കൂടുതൽ ഖുർആൻ മനപ്പാടമാക്കുന്നത് കേരളക്കാരല്ല. നമ്മുടെ ഇന്ത്യയിൽ തന്നെ UP പോലെയുള്ള അല്ലെങ്കിൽ മറ്റുള്ള പല സംസ്ഥാനങ്ങളും തൊട്ടടുത്ത് കിടക്കുന്ന തമിഴ്നാട് വരെ അവിടെയുള്ള ആളുകൾ ഖുർആൻ മനപ്പാടമാക്കുന്നതിൽ വളരെ ശ്രദ്ധ കാണിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തില് ഉള്ള ജനങ്ങളെക്കാൾ കൂടുതൽ ഖുർആൻ മനപ്പാടമുള്ള ഹാഫിളീങ്ങളെല്ലാം മറ്റുള്ള സംസ്ഥാനങ്ങളിലാണ്. ഇപ്പോൾ അതെല്ലാം മാറി. കേരളത്തിൽ ധാരാളം ഹാഫിളീങ്ങൾ മർക്കസ് മുതൽ മറ്റുള്ള പല സ്ഥാപനങ്ങളിലായിട്ട് പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകൾ വരെ ഹാഫിളത്തായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. നമ്മൾ അവിടെ ചിന്തിക്കേണ്ട ഒരു വിഷയം, ഖുർആന്റെ ഒരു പ്രത്യേകത മനപ്പാടമാക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഗ്രന്ഥമാണ്. മറ്റുള്ള ഏത് ഗ്രന്ഥങ്ങളെക്കാൾ കൂടുതൽ, ബെയ്ത്തുകളെക്കാൾ കൂടുതൽ മനപ്പാടമാക്കാൻ എളുപ്പമുള്ള ഒരു ഗ്രന്ഥം ഖുർആനാണ്. അതോടൊപ്പം തന്നെ എളുപ്പത്തിൽ മറന്നുപോകുന്നതും ഖുർആനാണ്. ഖുർആന്റെ ഒരു പ്രത്യേകതയാണ്. എളുപ്പത്തിൽ മനപ്പാടമാക്കാനും പറ്റും. അത് റിപ്പീറ്റ് ചെയ്തില്ലെങ്കിൽ, ശ്രദ്ധിച്ചില്ലെങ്കിൽ പെട്ടെന്ന് മറന്നു പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അത് മറക്കാതിരിക്കാൻ
എപ്പോഴും ആവർത്തിക്കപ്പെടണമെന്നത് പരിശുദ്ധ ഖുർആന്റെ പ്രത്യേകമായ ഒരു അറിയിപ്പും കൂടിയാണ്. അതൊരു ഇബാദത്താണ്. പരിശുദ്ധ ഖുർആനിൽ നമുക്ക് പഠിക്കൽ നിർബന്ധമുള്ളത് ഒരൊറ്റ സൂറത്ത് മാത്രമാണ്, സൂറത്തുൽ ഫാത്തിഹ. അത് നിർബന്ധമാണ്, പഠിച്ചേ പറ്റൂ. അതറിയാത്തവ നിസ്കാര സമയത്ത് അത്രയും ദിക്റുകൾ ചൊല്ലണം. ദിക്റും അറിയാത്തവരാണെങ്കിലോ ഫാത്തിഹ ഓടുന്ന അത്രയും സമയം മിണ്ടാതെ നിൽക്കണം. അറിയില്ല എന്ന് പറഞ്ഞ റുക്കൂലേക്ക് പോകാൻ പറ്റൂല. നിർബന്ധമാണ് സൂറത്തുൽ ഫാത്തിഹ പഠിക്കൽ. എങ്ങനെയെങ്കിലും പഠിച്ചാൽ പോരാ, തജ്വീദിന്റെ നിയമം പാലിച്ചുകൊണ്ട് തന്നെ പഠിക്കണം. നിർബന്ധമായി നമുക്ക് പഠിക്കാനുള്ളത് സൂറത്തുൽ ഫാത്തിഹയാണ്. അത് ആണിനും പെണ്ണിനും എല്ലാവർക്കും നിർബന്ധമാണ്. കാരണം നിസ്കാരം സ്വഹീയാകണമെങ്കിൽ ഫാത്തിഹ നിർബന്ധമാണ്. രണ്ടാമത് നാവ് കൊണ്ട് ചൊല്ലി പറയേണ്ടതിൽ പഠിക്കേണ്ടത് അത്തഹിയ്യാത്താണ്. മസീഹുദ് ദജ്ജാൽ വരെയല്ല, നമ്മൾ ഒന്നാമത്തെ അത്തഹിയ്യാത്തിൽ ഓതാറുള്ള അത്രയും സ്ഥലങ്ങൾ വാല ആലി മുഹമ്മദ് വരെ കൂട്ടിയിട്ട് ആ ഭാഗം വരെ പഠിക്കണം. അതിന്റെ ശബ്ദും അതിന്റെ മദ്ദും ഫത്ഹും കസറും എല്ലാം സൂക്ഷിക്കണം. അപ്പൊ നിർബന്ധമായി നമുക്ക് പഠിക്കാനുള്ളത് രണ്ട് കാര്യമാണ് നാവ് കൊണ്ട് ചൊല്ലി പറയേണ്ടത്. ഒന്ന് സൂറത്തുൽ ഫാത്തിഹ, മറ്റൊന്ന് അത്തഹിയ്യാത്ത്. ഇത് രണ്ടും പ്രത്യേകമായി സഹാബത്തിനെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിരുന്നു എന്നതാണ്. അപ്പൊ അങ്ങനെയാകുമ്പോൾ നിസ്കാരത്തിന്റെ ഫർളും ഷർത്തും അതൊക്കെ പഠിക്കണം. അതൊക്കെ പഠിക്കലോടൊപ്പം തന്നെ നിസ്കാരത്തിന്റെ ഫർള് 14 അത് ഒരു വേർതിരിച്ചുകൊണ്ട് ഒരു മനുഷ്യനെ പറയാൻ കിട്ടുന്നില്ല, ഓർമ്മയിൽ നിൽക്കുന്നില്ലെങ്കിൽ നിസ്കാരം മുഴുവനും ഫർളാണെന്ന് കരുതിയാൽ മതി, പ്രശ്നം തീർന്നു. കാരണം സുന്നത്തിനെ ഫർളാണെന്ന് കരുതിയത് കൊണ്ട് കുഴപ്പമില്ല. നേരെ മറിച്ചുകൊണ്ട് ഫർളിനെ സുന്നത്താണെന്ന് വിചാരിക്കുമ്പോഴാണ് പ്രശ്നം വരിക. വജ്ഹത്ത് ഓതൽ സുന്നത്താണത്, ഫർളാണെന്ന് ഒരു മനുഷ്യൻ വിശ്വസിച്ചു കരുതി. ഒന്നാമത്തെ അത്തഹിയ്യാത്ത് അബയാലുമുണ്ട്, ഹയ്യാത്തുമുണ്ട്, എന്തോ ആവട്ടെ, നിസ്കാരം മുഴുവനും 14 ഫർളും വേർതിരിച്ചറിയാൻ പറ്റാത്തവർ ഞാൻ നിസ്കരിക്കുന്ന നിസ്കാരം മുഴുവനും ഫർളാണെന്ന് കരുതണം. അല്ലെങ്കിൽ ഫർളും സുന്നത്തും വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റാതെ വന്നാൽ ഫർളിനെ സുന്നത്താണെന്ന് കരുതി പോയാൽ അത് നിസ്കാരത്തിന്റെ സിഹത്തിനെ ബാധിക്കുമെന്നുള്ളത്. അപ്പൊ മൊത്തത്തിൽ അത് കരുതാൻ പറ്റും. എല്ലാം ഫർളാണെന്ന് കരുതിയാൽ മതി, വേർതിരിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഫാത്തിഹ അത് നിർബന്ധമായും ഓതിപ്പഠിക്കുക തന്നെ വേണം. അതിൽ ഹിഫ്ള് വേണം. എന്നാ പിന്നെ നോക്കി ഓതിയാൽ പോരെ, മതി. നിസ്കാരത്തിന്റെ സിഹത്തിന് കുഴപ്പമില്ലെങ്കിലും ഖുർആനിലേക്ക് നോക്കി ഓതുമ്പോ നിസ്കാരത്തിൽ സുജൂദിന്റെ സ്ഥാനം നോക്കുക എന്നതിന് കോട്ടം സംഭവിക്കും. ആ സുന്നത്ത് നഷ്ടപ്പെടും. ചില സ്ഥലങ്ങളിലൊക്കെ തറാവി നിസ്കരിക്കുമ്പോൾ ഖുർആൻ നോക്കി ഓടുന്നവരുണ്ട്. അത് നിസ്കാരത്തിന് കോട്ടമില്ലെങ്കിലും സുന്നത്തിനെതിരായി വരും. സുജൂദിന്റെ സ്ഥാനം നോക്കുക എന്നതിന് ഒരു എതിരവിടെ സംഭവിക്കും. പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയാലുള്ള നേട്ടം എന്താണ്? ഖബറിൽ മണ്ണ് തിന്നപ്പെടാത്ത കുറെ ശരീരങ്ങളെ പറയപ്പെടുന്നുണ്ട്. അതിൽപ്പെട്ട ഒരു ബോഡിയാണ് ഖുർആൻ മനഃപ്പാഠമാക്കിയവരുടെ ബോഡി മണ്ണ് തിന്നുകയില്ല. അല്ലാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിന് വേണ്ടി പള്ളിയിൽ ബാങ്ക് കൊടുത്ത ശമ്പളത്തിന് വേണ്ടിയല്ല, അള്ളാഹുവിന് വേണ്ടി ബാങ്ക് കൊടുത്ത ആളുകൾ അവരെ ശരീരം മണ്ണ് തിന്നുകയില്ല. അതിൽപ്പെട്ട വിഭാഗമാണ് ഹാഫിളീങ്ങൾ. അവരെ മണ്ണ് തൊടുകയില്ല, ചെതലരിക്കുകയില്ല. ഖുർആൻ മനഃപ്പാഠമാക്കിയവരെ തൊടാൻ ഉളു വേണോ വേണ്ടയോ, അതിലൊരുപാട് തർക്കങ്ങൾ നടന്നിട്ടുണ്ട്. ഏതായാലും മുഅ്തമർ അഭിപ്രായം അനുസരിച്ചുകൊണ്ട് അതിന് ഉളു ആവശ്യമില്ല. യമാമ യുദ്ധം നടക്കുന്ന കാലം
ആ യുദ്ധത്തിൽ ഏതാണ്ട് 70ഓളം ഹാഫിളീങ്ങൾ വഫാത്തായി പോയി. അന്ന് മുതലാണ് പരിശുദ്ധമായ ഖുർആന്റെ ക്രോഡീകരണത്തിന് വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹു തങ്ങൾ രംഗത്തിറങ്ങിയിട്ട് ഖുർആൻ ക്രോഡീകരിക്കണം, ഇങ്ങനെ മറന്നുപോയാൽ വരും തലമുറക്ക് അത് കൈമാറാൻ പ്രയാസമാണ്. അപ്പൊ ചിലര് പറയും ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ, ഖുർആന്റെ സംരക്ഷണം അല്ലാഹ് ഏറ്റെടുത്തതല്ലേ, പിന്നെ മനപ്പാഠമാക്കിയാലും ഇല്ലെങ്കിൽ നിലനിൽക്കുമല്ലോ. മനപ്പാഠമാക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ തർത്തീബ് നഷ്ടപ്പെടാതിരിക്കാനാണ്. സൂറത്തുൽ ഫാത്തിഹ മുതൽ ഖുൽ അഊദു ബിറബ്ബിൻ നാസ് വരെയുള്ള ക്രോഡീകരണം അല്ലെങ്കിൽ ആ ഓർഡർ അത് തൗഖീഫിയാണ്. അത് അല്ലാഹു പറഞ്ഞിട്ട് മുത്തതങ്ങളിലൂടെ അങ്ങനെ ഒരു തർത്തീബ് വന്നതാണ്. അപ്പൊ ആരും ആ ഖുർആൻ ക്രോഡീകരിക്കാതെ അങ്ങനെ വിട്ടുകഴിഞ്ഞാൽ ഖുർആന്റെ സംരക്ഷണം ഉള്ളത് കൊണ്ട് അതിന്റെ ഹർഫുകളോ സെന്റൻസുകളോ ഒന്നും ഈ ലോകത്ത് നഷ്ടപ്പെടൂല. പക്ഷേ എന്നാലും അതിന്റെ തർത്തീബ് ഓർഡർ ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. ഏതായാലും ഉമർ റളിയല്ലാഹു അൻഹു തങ്ങളാണ് പരിശുദ്ധമായ ഖുർആൻ ക്രോഡീകരിക്കണമെന്ന നിർബന്ധ ബുദ്ധിയോടുകൂടെ രംഗത്ത് വന്നത്. ആദ്യമായി കണ്ടു സിദ്ദീഖുൽ അക്ബർ തങ്ങളെ. തങ്ങളോട് പറയുകയാണ്, യമാമയിൽ വെച്ചുകൊണ്ട് 70ഓളം ഹാഫിളീങ്ങൾ വഫാത്തായി പോയി. വരും തലമുറക്ക് ഇതിന്റെ ഇതിന്റെ ഓർഡർ കിട്ടണമെങ്കിൽ എന്തായാലും അതൊന്ന് ക്രോഡീകരിക്കണം, എഴുതി വെക്കണം. അന്ന് സിദ്ദീഖുൽ അക്ബർ ചോദിച്ചൊരു ചോദ്യമുണ്ട്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യാത്ത കാര്യം നമ്മൾ എങ്ങനെയാ ചെയ്യുക? അതിന് കൊടുത്ത പ്രമാണം എന്താണ്? വല്ലാഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, അത് ഖൈറായ കാര്യമാണ്, അത് ഖൈറായ കാര്യമാണ്. ആയത്തും ഹദീസും തെളിവും അതിനെ പറഞ്ഞത് അത് ഖൈറായ കാര്യമാണ് എന്നാണ്. ഫഫ്അലുൽ ഖൈറ ലഅല്ലകും തുഫ്ലിഹൂൻ, സൂറത്തുൽ ഹജ്ജിന്റെ അവസാന ഭാഗം കാണാം. ഖൈർ ചെയ്യുക. അതിനു മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല സുജൂദ്, റുകൂഅ്, മറ്റുള്ള എല്ലാ ഇബാദത്തുകളും അല്ലാഹുക്ക് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒരു ഇബാദത്തിനെ കുറിച്ചും അവിടെ പറയാൻ ആയത്തിലില്ല. അവസാനം പറയുന്നു ഫഫ്അലുൽ ഖൈറ ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ ഖൈർ ചെയ്യണം വിജയിക്കാൻ വേണ്ടി. ഏതാണ് ഈ ഖൈർ? മാ റആഹുൽ മുസ്ലിമൂന ഖൈറൻ ഫഹുവ ഇൻദല്ലാഹി ഖൈർ, മാ റആഹുൽ മുസ്ലിമൂന ഹസനൻ ഫഹുവ ഇൻദല്ലാഹി ഹസൻ. മുസ്ലിമീങ്ങൾ ഒരു കാര്യം നല്ലതാണെന്ന് കണ്ടെത്തുമ്പോ അതിന് ആയത്തും ഹദീസും കാണുന്നില്ല എന്ന് പറഞ്ഞ് ബഹളം വെക്കണ്ട. കാരണം ഒരു ഹദീസിൽ കാണാം, എന്റെ ഉമ്മത്ത് ഒന്നിച്ച് പഴച്ചു പോവുകയില്ല. അപ്പോ ലോക മുസ്ലിമീങ്ങളെല്ലാം ഒരു കാര്യം നല്ലതാണെന്ന് പറയുമ്പോ എല്ലാവരിലേക്കും ആ പിഴവ് വരില്ല. അതുകൊണ്ട് നല്ലതാണ്. അതുകൊണ്ടല്ലേ മജ്മുഉസ് സവായിദ് എന്ന് പറയുന്ന ഹദീസിന്റെ കിതാബ് 1-ാം വാള്യത്തിൽ തന്നെ അലിയാർ തങ്ങൾ മുത്തുതങ്ങളോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് ഇദാ നസല ബീനാ, ഞങ്ങളിലേക്ക് ഒരു കാര്യം വന്നാൽ, ഒരു വിഷയം, നബിദിന പരിപാടിയാവട്ടെ, ജീലാനി ദിനമാവട്ടെ, മരിച്ച തോതലാവട്ടെ, എന്തോ ആവട്ടെ, ഞങ്ങളിലേക്ക് ഒരു കാര്യം വന്നു, അതിന്റെ നിജസ്ഥിതി എന്താണെന്നറിയാൻ ഖുർആൻ മുഴുവനും പരിശോധിച്ചു, അവിടുത്തെ അധ്യാപനം മുഴുവനും പരിശോധിച്ചു. ഞങ്ങൾക്കതിന്റെ രേഖയും തെളിവും കിട്ടിയില്ലെങ്കിൽ തങ്ങൾ ഞങ്ങളോട് എന്താണ് കൽപ്പിക്കുന്നത്? നല്ലൊരു ചോദ്യമാണ്. 2 ഹദീസ് ഉണ്ടതിൽ ഒന്ന് ലൈഫ് ആണെങ്കിൽ രണ്ടാമത് സഹിയാണ്. അവിടെ മുത്തുതങ്ങൾ പറഞ്ഞൊരു മറുപടിയുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഒരു വിഷയത്തെ സംബന്ധിച്ച് ഒരു തീരുമാനം എടുക്കാൻ ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ പറ്റിയില്ലെങ്കിൽ അതിനെ വലിച്ചെറിയണമെന്നല്ല. വശാവിറുൽ ഫുഖഹാ വൽ ആബിദീൻ, ആ കാലഘട്ടത്തുള്ള ഫഖീഹ് പണ്ഡിതന്മാരാകുന്ന, ഫിഖ് അറിയുന്ന, കർമ്മശാസ്ത്രം അറിയുന്ന പണ്ഡിതന്മാരുമായി ചർച്ച ചെയ്യണം.
അവരുമായി ചർച്ച ചെയ്താൽ എന്ത് ലഭിക്കും? ഖുർആന്റെ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന, ഹദീസിന്റെ ആഴത്തിൽ കിടക്കുന്ന സാധനങ്ങളെ, നിയമങ്ങളെ അവർ ഇസ്തിംബാത്ത് ചെയ്ത്, ഗവേഷണം ചെയ്ത് അവർ നിങ്ങളെ മുമ്പിൽ പറഞ്ഞു തരും. പിന്നെ വേറെ ആയത്തും ഹദീസും വേണ്ട, അവർ പറഞ്ഞാൽ മതി. ആ ഇസ്തിംബാത്ത് ഗവേഷണങ്ങളെല്ലാം ലന്നിയാണ്, എന്നാലും അത് മതി. ഇനി ഫുഖഹാക്കൾ ഇല്ലാതെ വന്നാലോ? വൽ ആബിദീൻ, ആബിദീങ്ങളുമായി ബന്ധപ്പെട്ട് മുശാവറ ചെയ്യണം. അവിടെ ആബിദീങ്ങളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പറയുന്ന സൂഫികളെയാണ്. ഏതെങ്കിലും കള്ള സൂഫിയെ കുറിച്ചല്ല, കള്ള ശൈഖിനെ കുറിച്ചല്ല. കാരണം ആ സൂഫികളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ പൊരുൾ അവർ പറയുന്നത് കശ്ഫിലൂടെയായി. ആയത്തിലോ ഹദീസിലോ ആ നിയമത്തെ കുറിച്ച് കാണുന്നില്ല. ഫുഖഹാക്കളെ ഗ്രന്ഥം പരിശോധിച്ചിട്ടും എവിടെയും എത്തുന്നില്ല. എങ്കിൽ മഹാനായ ഗൗസുൽ തങ്ങളെ പോലെയുള്ള മഹാന്മാരുമായി ബന്ധപ്പെട്ടാൽ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അവർ പറഞ്ഞു തരും. എന്നാണ് ആ ഹദീസിന്റെ പൊരുൾ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലത്ത് പരിശുദ്ധമായ ഖുർആൻ അത് അല്ലാഹു ബയാൻ ചെയ്തു കൊടുത്തു. മുത്തുതങ്ങൾ അത് ബയാൻ ചെയ്തു. അതിൽ നിന്നും കിട്ടാത്തതെല്ലാം ഇമാം ഷാഫി തങ്ങളെ പോലെയുള്ള മഹാന്മാരെല്ലാം നമ്മുടെ മുമ്പിൽ ഇസ്തിംബാത്ത് ചെയ്ത്, ഇസ്തിംബാത്ത് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും പറയലല്ല. ശരിക്കും ശ്രദ്ധിക്കണം. ഇപ്പൊ ഇന്ന് നിങ്ങൾ വാട്സാപ്പിലൂടെ കേട്ട് കാണും, ചില ആൾക്കാരെ സ്റ്റേജിൽ കയറിയിട്ട് പറയാറുണ്ട്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യും കാലും ചുംബിച്ചിട്ടുണ്ട്, അതിന് ഹദീസ് ഉണ്ട്. ഹദീസ് ഉണ്ടെന്നുള്ള ശരിയാണ്, പക്ഷെ കാല് ചുംബിച്ചു എന്ന് മാത്രം ഹദീസിൽ പോരാ. അത് എങ്ങനെയാണെന്നുള്ള വിശദീകരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിൽക്കുന്ന സമയത്ത് സഹാബാക്കൾ സുജൂദിന്റെ മോഡൽ കുനിഞ്ഞുകൊണ്ടാണോ കാലുമുത്തിയത്? അങ്ങനെ അതിന്റെ വ്യാഖ്യാനം എവിടെയെങ്കിലും ഉണ്ടോ? എങ്കിൽ നിങ്ങൾ പറയുന്ന ശൈഖിന്റെ കാല് അങ്ങനെ വളഞ്ഞുകൊണ്ട് മുത്താവുന്നതാണ്, ഒരു തകരാറുമില്ല. ഹദീസിൽ കാല് മുത്തി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് എങ്ങനെയാണെന്ന് ആര് പറഞ്ഞു? നീ പറഞ്ഞാ പോരാ, നിനക്ക് പറയാൻ അധികാരം. നീ ഇസ്തിംബാത്ത് ചെയ്യാൻ എന്ത് അധികാരമാണ് നിനക്കുള്ളത്? നിനക്ക് എന്ത് അവകാശമാണ് അതിലുള്ളത്? ഹദീസിന് അർത്ഥം പറയലല്ലാതെ വ്യാഖ്യാനം പറയാൻ നിനക്ക് അധികാരമില്ല. സ്റ്റേജിൽ കയറി നിന്നുകൊണ്ട് ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട്, മുത്തുതങ്ങളുടെ കയ്യും കാലും ചുംബിച്ചിട്ടുണ്ട്, അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഹദീസ് സഹിയാണ്, പക്ഷേ ആ കാല് ചുംബിച്ചത് എങ്ങനെയാണെന്ന് പറയണം. ആര് പറയണം? ഹദീസ് വ്യാഖ്യാനിക്കാൻ കഴിവുള്ള മുഹദ്ദിസീങ്ങൾ പറയണം. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ, മദ്ഹബിലെ 4ാമത്തെ ഇമാം, ബഹുമാനപ്പെട്ട ഒരു ബത്തക്ക തിന്നാറില്ല. ചോദിക്കപ്പെട്ടു, എന്തിനാ നിങ്ങൾ ബത്തക്ക തിന്നാത്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തണ്ണിമത്തം ബത്തക്ക തിന്നിട്ടുണ്ട്, പക്ഷെ എങ്ങനെയാണെന്നുള്ള ഒരു വിവരം എനിക്ക് കിട്ടാത്തത് കൊണ്ട് ഞാൻ തിന്നാത്തതാണ്. കണ്ടോ? ശരിക്കും ശ്രദ്ധിക്കണം. കാലുമുത്തുന്ന വിഷയം പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ഫസാദാക്കലല്ല. കാണുന്ന ശൈഖിനെ കുത്തിയിരുത്തിക്കൊണ്ട് സുജൂദിന്റെ സ്ഥാനത്ത് കിടന്നുകൊണ്ട് കാൽ ചുംബിക്കലല്ല. അത് ഈ ഹദീസ് രേഖയാക്കണമെങ്കിൽ ആര് പറഞ്ഞു എന്ന് പറയണം. പറഞ്ഞ മനസ്സിലായ? ആര് പറഞ്ഞു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുന്ന ടൈമില് ആയിരിക്കും കാല് ചുംബിച്ചത്. അപ്പൊ കാലിനടിക്ക അരികത്ത് പോയി ഇരിക്കുന്ന ആൾക്കാരുണ്ടാവും. നമ്മൾ മർക്കസിൽ ചെന്നാൽ AP സാഹിലപ്പോ കട്ടിലിന്റെ മുകളിൽ കിടക്കുന്നുണ്ടാവും. നമ്മളവിടെ കുത്തിരുന്നാ മതി. അവസാന കാലൊക്കെ തടവിട്ട് നമുക്ക് ചുംബിക്കാവുന്നതാണ്. അവിടെ സുജൂദിന്റെ റുക്കൂവിന്റെ സ്ഥാനത്തേക്ക് വരുന്നില്ല. ഇലാഹാണ്, ദൈവമാണ് എന്ന ചിന്തയില്ലാതെ തന്നെ ഒരു മനുഷ്യന്റെ മുമ്പിൽ റുക്കൂവിന്റെ പരിധിയിലേക്ക് കുനിയൽ കറാഹത്താണ്. സുജൂദിന്റെ പരിധിയിലേക്ക് കുനിയൽ ഹറാമാണ്. ഇത് ഫുഖഹാക്കളുടെ തീരുമാനമാണ്. അവിടെ ദൈവമാക്കളൊന്നുമില്ല. എന്നാലും റുക്കൂവിന്റെ പരിധിയിലേക്ക് കുനിയൽ കറാഹത്ത് വരും ഒരാളെ മുമ്പിൽ. സുജൂദിന്റെ പരിധിയിലാകുമ്പോൾ അത് ഹറാമായി പോയി.
അത് ദൈവമാണ്, ദൈവപുത്രനാണ്, ദൈവമാണ്, ഇലാഹാണ്, ഇലാഹാക്കലാണ്, സ്വയം പര്യാപ്തതയെ സങ്കല്പിച്ചുകൊണ്ടാണെങ്കിൽ പിന്നെ ആ കുനിയലെല്ലാം ശിർക്കായി മാറും. അപ്പൊ മഹാന്മാരായ പണ്ഡിതന്മാർ അവർ രേഖപ്പെടുത്തിയ രേഖകളൊന്നുമില്ലാതെ ഹദീസ് വെച്ചുകൊണ്ട് സ്റ്റേജിൽ കയറിയിട്ട് ഹദീസിൽ ഇന്നതുണ്ട്, അത് വഹാബിസം പറയലാണ്. അത് വഹാബിസമാണ്. ബുഖാരി നമ്മൾ ഓടുന്നത് ബറക്കത്തിനു വേണ്ടിയാണ്, മുസ്ലിം നമ്മൾ ഓടുന്നത് ബറക്കത്തിനു വേണ്ടിയാണ്, റിയാലുസ് സാലിഹീൻ ഓടുന്നത് ബറക്കത്തിനു വേണ്ടിയാണ്. നമുക്ക് നിയമം കണ്ടുപിടിക്കാൻ അതിനുള്ള അർഹത നമുക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 3 ലക്ഷം ഹദീസ് മനപ്പാടമുള്ള ഇമാം സുയൂത്തി തങ്ങള് ഇജ്തിഹാദിന്റെ വാദം പാടിച്ചു. പക്ഷേ വിജയിക്കാൻ പറ്റിയില്ല, പൊട്ടി തകരാറായി പോയി, സാധിച്ചില്ല. 3 ലക്ഷം ഹദീസ് മനപ്പാടമുള്ള ഇമാം സുയൂത്തി തങ്ങള് മുജ്തഹിദായിട്ട് ബഹുമാനപ്പെട്ടവർ വന്നെങ്കിലും അല്ലെങ്കിൽ ഇജ്തിഹാദിന് കഴിവുണ്ടെന്ന് പറഞ്ഞെങ്കിലും ആ കാലഘട്ടത്തെ പണ്ഡിതന്മാരെ മുമ്പില് അത് പൂർണ്ണമായും പറഞ്ഞ് പൂർത്തിയാക്കാൻ പറ്റാത്തത് കൊണ്ട് മുജ്തഹിദായില്ല, അംഗീകരിച്ചില്ല. നമ്മളതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ ഹദീസുകളിൽ പലതും ഉണ്ടാകും. ഹദീസിൽ കാണുന്നതനുസരിച്ച് ഇബാദത്ത് ചെയ്യേണ്ടവരല്ല നമ്മൾ. നിങ്ങൾ നോക്ക്, ബുഖാരി നോക്കിയാൽ ഒരു ഹദീസ് കാണാൻ സാധിക്കും. ജനാബത്ത് കുളിക്കുന്നതിന് മുമ്പ് പൂർണ്ണമായി ഉളു ചെയ്യൽ സുന്നത്താണ്. പൂർണ്ണമായി ഉളു എന്ന് പറഞ്ഞാൽ അവയവങ്ങൾ അവസാനത്തെ കാല് വരെ കഴുകണം. ഇതാണല്ലോ പൂർണ്ണമായ ഉളു. എന്നാൽ ബുഖാരിൽ എന്താ ഉള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനാബത്ത് കുളിക്കും മുമ്പ് ഉളു ചെയ്യാറുണ്ട്, പക്ഷെ കാല് കഴുകാറില്ല. കാല് കഴുകുന്നത് കുളിക്ക് ശേഷമാണ്, കുളി കഴിഞ്ഞതിന് ശേഷമാണ് കാല് കഴുകാറുള്ളത്. അങ്ങനെയാണ് ബുഖാരിയുടെ ഹദീസെങ്കിൽ പോലും അതല്ല സ്വീകരിക്കേണ്ടത്. ഇമാം നവവി റളിയല്ലാഹു അൻഹു തങ്ങൾ റൗളയിൽ പറഞ്ഞതാണ് സ്വീകരിക്കേണ്ടത് എന്നാണ് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ ഫത്ഹുൽ മുഈനിൽ പറയുന്നത്. കണ്ടോ, ബുഖാരിയിൽ പറഞ്ഞ ഹദീസിനെ തള്ളിയതല്ലാതെ. പക്ഷേ ആ ഹദീസ് സഹിയാണെന്ന് അത് യാതൊരു തർക്കവുമില്ല. ആരെ മുമ്പിൽ? നമ്മളെ മുമ്പിൽ അത് സഹിയാണ്. പക്ഷെ ഇമാം ഷാഫി തങ്ങൾക്ക് അത് സഹിയാകണമെന്നില്ല. അപ്പൊ ഇമാം ഷാഫി തങ്ങളുടെ ഷർത്ത് അനുസരിച്ച് കൊണ്ട് മാത്രമാണ് ഷാഫി മദ്ഹബിന്റെ പോക്ക്. അപ്പൊ ഇമാം ഷാഫി തങ്ങളുടെ മുമ്പിൽ വേറെ ഹദീസ് ഉണ്ടാകും. അതുകൊണ്ടാണ് ഇമാം നവവി തങ്ങള് റൗളയില് നിങ്ങൾ ജനാബത്ത് കുളിക്കും മുമ്പ് ഉളു ചെയ്യുമ്പോൾ പൂർണ്ണമായി ഉളു ചെയ്യണം. ഫത്ഹുൽ മുഈൻ പറയുന്നു, ബുഖാരിയിലെ ഹദീസ് അങ്ങനെ അല്ല എങ്കിൽ പോലും റൗളയിൽ പറഞ്ഞത് സ്വീകരിക്കാവൂ. ഇതൊക്കെയും നമ്മുടെ മൂലധനമാണ്. ഇതൊന്നും പഠിക്കാതെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. ഹദീസിൽ അങ്ങനെ പലതും ഉണ്ടാകും. ഹദീസിൽ കാണുന്ന എന്താണെന്നതിന്റെ പൊരുൾ നമുക്കറിയില്ല. അതുകൊണ്ട് കാലും കയ്യും മുത്തി, അത് അത്ഫായിക്കൊണ്ടാണല്ലോ പറഞ്ഞത്. കാലും കയ്യും മുത്തി എന്ന് പറയുമ്പോ എങ്ങനെ മുത്തണ്ട്? കാലും പിടിക്കുക, കയ്യും പിടിക്കുക, അങ്ങനെ മുത്തണ്ട്. കാലും മുത്തി കയ്യും മുത്തി അത്ഫാണ്, വാവിട്ടുകൊണ്ടാ പറഞ്ഞത്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? സുമ്മ ഇട്ടുകൊണ്ടല്ല. അപ്പൊ ആദ്യം കൈ മുത്തുക, പിന്നെ കാല്, അങ്ങനെ ആക്കാം. അങ്ങനെയല്ല. അപ്പൊ പിന്നെ കാലും കൈ രണ്ടും കൂട്ടി പിടിച്ച് മുത്തി എന്നാണോ? അപ്പൊ അതുകൊണ്ട് അത് എങ്ങനെ മുത്തി എന്നുള്ളത് അറിയാത്ത കാലത്തോളം ആ ഹദീസ് വെച്ചുകൊണ്ട് ഷെയ്ഖ് നിൽക്കുമ്പോൾ ഷെയ്ഖിന്റെ കാലിലേക്ക് സുജൂദിന്റെ പരിധിയിലേക്ക് വന്ന് മുത്താൻ പാടില്ല. അത് ആ ഹദീസ് തെളിവേ അല്ല. അതൊക്കെ തെളിവാണെന്ന് പറയുന്ന വിവരക്കേടാണ്. കൂട്ടത്തിലൊന്ന് ഓർമ്മപ്പെടുത്തിയതാണ്. അപ്പൊ പരിശുദ്ധമായ ഖുർആൻ ആയത്തുകളും ഹദീസുകളും അതിൽ ധാരാളം കാര്യങ്ങൾ ഒളിഞ്ഞുകിടപ്പുള്ള മസലകൾ അത് നമുക്കറിയില്ല. അത് അറിയുന്ന ഇമാം ഷാഫി തങ്ങള് നിസ്കാരത്തിന്റെ ഫർദ് 14 പഠിപ്പിക്കാൻ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞതല്ല. 300 തവണ ഖുർആൻ ഓതിയിട്ടാണ്. 300 തവണ ഖുർആൻ ഓതി ഉറപ്പിച്ചതിന് ശേഷം മാത്രമാണ് നിസ്കാരത്തിന്റെ ഫർദ് 14 പറഞ്ഞിട്ടുള്ളൂ. എന്നോടും നിങ്ങളോടും ഒരാൾ വന്ന് ചോദിക്കുന്നു, നിസ്കാരത്തിന്റെ ഫർദ് എത്രയാണ്? നമ്മൾ പറയുന്നു 14. എവിടെയാ തെളിവ്? 10 കിതാബിൽ. നമുക്ക് അതിനപ്പുറം വേറെ ബുഖാരിയിലേക്കൊന്നും പോകണ്ട. മുത്തഫരീദ്, ഉംദ, നൂറുൽ അബ്സാർ, തുഹ്ഫ, ഫത്വൽ, അത് മതി. നമുക്കുള്ള തെളിവ് അതാണ്.
എന്നാൽ ഇമാം ഷാഫി തങ്ങളോട് ഒരാൾ ചോദിക്കുന്നു, നിസ്കാരത്തിന്റെ ഫർദ് എത്രയാണ്? 14. എവിടെയാ? നിർബന്ധമായിട്ട് ഖുർആൻ പറഞ്ഞു കൊടുക്കണം, ഹദീസ് പറഞ്ഞു കൊടുക്കണം. അത് അവർക്ക് നിർബന്ധമാണ്, പത്തീത്താ പറ്റൂല. അപ്പോൾ പിന്നെ അവിടെ ചോദ്യം വരും, അങ്ങനെയാണ് കൈമുത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോ അത് എങ്ങനെയാണെന്നുള്ള വിശദീകരിക്കേണ്ട വേണ്ട. കാരണം കൈമുത്താൻ കുനിയേണ്ട ആവശ്യമില്ല, റുക്കൂയിലേക്കോ സുജൂദിലേക്കോ ഒന്നും പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അത് പ്രത്യേകമായിട്ട് പറയേണ്ട ബുദ്ധിയുള്ള ഏത് മനുഷ്യനും ബോധ്യമാകുന്ന ഒരു സത്യവും കൂടെയാണത്. ആർക്കും തിരിയുന്ന ഒരു വിഷയമാണ്. അവിടെ പിന്നെ ചർച്ചയ്ക്ക് ഒരു വകുപ്പ് തന്നെ ഇല്ല. പക്ഷെ കാലുമുത്തുന്ന വിഷയം വരുമ്പോ ഹദീസിലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഹദീസ് ആരാണ് അങ്ങനെ പറഞ്ഞത്, വ്യാഖ്യാനിച്ച് എങ്ങനെയാണ് മുത്താൻ വേണ്ടി പറഞ്ഞത്, മുത്ത് തങ്ങൾ എങ്ങനെയാണ് സഹാബത്ത് മുത്തിയത്, ആ രേഖയില്ലാത്ത കാലത്തോളം ഒരു ഷെയ്ഖിന്റെ കാല് സുജൂദിൽ പോയി കിടന്ന് അയാൾ നിൽക്കുന്ന ടൈമിലോ കസേരപ്പുറത്തിരിക്കുന്ന ടൈമിലോ ഏതെങ്കിലും ഒരാൾ പോയിട്ട് കാലിലേക്ക് കമന്ന് കിടന്ന് വീഴാൻ പാടില്ല. അത് കള്ളത്തിരിക്കത്താണ്. അതുകൊണ്ടാണ് ആ പാരമ്പര്യം ഇന്ന് വരെ കഴിഞ്ഞു പോയ കാലങ്ങളിൽ എവിടെയും നമ്മുടെ ഉസ്താദുമാരുടെ ഒക്കെ നമ്മൾ കാണാത്തൊരു വിഷയമാണത്. ആരും കണ്ടിട്ടില്ല. കൈമുത്തലുണ്ട്. പക്ഷേ സുജൂദ് വരുന്ന ഉസ്താദന്മാരെ AP ഉസ്താദ് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ കമന്ന് കിടന്ന് വീഴുന്ന ഒരു പരിപാടി തന്നെ ഇല്ല. നേരെ മറിച്ച് ഉസ്താദ് കട്ടിലിന് പുറത്ത് കിടക്കുകയാണ്, നമ്മൾ അവിടെ പോയി കാലൊക്കെ തടവി കൊടുക്കാൻ, മുത്തുകയാണ്, മുത്തിക്കോളി, എന്താ കുഴപ്പം? അവിടെ ചർച്ചക്കൊന്നും വകുപ്പ് വരുന്നില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇമാം ഷാഫി തങ്ങള് അല്ലെ ഇമാമിങ്ങളൊക്കെ ഒരു തീരുമാനം പറയാൻ എന്തെങ്കിലും വിളിച്ചു പറയലല്ല. അവർക്ക് അവരുടേതായിരിക്കുന്ന ഉസൂലും നിയമങ്ങളും നേരത്തെ ഉണ്ട് ഇവിടെ. അതിന്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ പരിശുദ്ധ ഖുർആൻ അതിന്റെ അർത്ഥങ്ങളും വ്യാഖ്യാനങ്ങളും എല്ലാം നമുക്കൊരു വകുപ്പുമില്ല പറയാൻ. അത് പറഞ്ഞവർ എന്തൊക്കെയാണോ അത് പഠിക്കാനുള്ള നമ്മുടെ പണ്ഡിതന്മാര് 40 ദിവസത്തെ വയല്, ഒരാഴ്ചത്തെ വയല് പഴയ കാലങ്ങളിലൊക്കെ അങ്ങനെയാണ്. പിന്നെ മദർസ പാഠ്യപദ്ധതികളൊക്കെ വന്നപ്പോൾ അതിലൂടെ എല്ലാം നമുക്ക് പഠിക്കാൻ വകുപ്പുണ്ട്. എന്നാൽ നമുക്ക് നിർബന്ധമായ നാവ് കൊണ്ട് ചൊല്ലി പറയേണ്ട സൂറത്തുൽ ഫാത്തിഹ, അത്തഹിയ്യാത്ത്, ഇത് രണ്ടും തജ്വീദ് പാലിച്ചുകൊണ്ട് തന്നെ രണ്ടും പഠിക്കണം. ശബ്ദം മദ്ദും ഒന്നും നഷ്ടപ്പെടാതെ അത് പഠിക്കൽ നിർബന്ധമാണ്. എന്നാ ഖുർആൻ ഒരു മനുഷ്യൻ മനപ്പാടാക്കിയാലോ അത്ര വലിയ ഭാഗ്യവാനാണ് അവൻ. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഖുർആൻ മനപ്പാടമാക്കിയത് മറക്കൽ ഹറാമാണ്. മറക്കൽ ഹറാമാണ്. ഒരാൾ സൂറത്തുൽ ഫാത്തിഹ മനപ്പാടമാക്കിയ മറന്നുപോകൽ ഹറാമിന്റെ കുറ്റമാണത്. അതുകൊണ്ട് തന്നെ ഖുർആൻ മനപ്പാടമാക്കുന്നവർ ശ്രദ്ധിക്കണം, ആ കണക്ഷൻ വിടാൻ പാടില്ല. വേഗം മനപ്പാടമാക്കാൻ പറ്റിയ ഗ്രന്ഥം ഖുർആനാണ്. എളുപ്പത്തിൽ മറക്കാൻ പറ്റുന്നത് ഖുർആനാണ്. അതുകൊണ്ട് നമ്മൾ മനപ്പാടമാക്കിയ ഖുർആൻ സൂറത്തുകള് മറന്നുപോകൽ കറാഹത്തല്ല, ഹറാമാണ്. അതുകൊണ്ടായിരിക്കണം കൂടുതലും ആളുകൾ ഖുർആൻ മനപ്പാടമാക്കുക എന്ന വിഷയത്തിലേക്ക് ഇറങ്ങാതിരിക്കാൻ കാരണം. ഖുർആൻ മനപ്പാടം ഉണ്ടെങ്കിൽ പോലും നോക്കി ഓതലാണല്ലോ കൂലി കൂടുതൽ. നമുക്കൊക്കെ സൂറത്ത് യാസീൻ കാണാതെ അറിയാം. പക്ഷെ നമ്മൾ സൂറത്ത് യാസീൻ കാണാതെ ഓതുമ്പോൾ ഒരു കൂലിയാണെങ്കിൽ കണ്ടോതൽ 10 കൂലിയാണ്. അറിയുന്ന സൂറത്താണെങ്കിൽ പോലും നോക്കി ഓതിക്കഴിഞ്ഞാൽ ഖുർആൻ നോക്കിയ പുണ്യമുണ്ട്. ഖുർആൻ നോക്കൽ തന്നെ കണ്ണിന് പവർ കൂടാൻ നല്ലതാണ്. അത് പ്രതിഫലത്തിന് അർഹതയുള്ളതാണ്. നേർക്ക് നേരെ ഒരു മനുഷ്യനെ വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോ കിട്ടുന്ന കൂലിയിൽപ്പെട്ടതാണ് കഅബാലയം. ദിക്റും സലാത്തും ഒന്നുമില്ല, വെറുതെ അവിടെ പോയി കുത്തിരുന്ന് കഅബാനെ നോക്കിയിരിക്കുകയാണ്. തവാഫ് ചെയ്യാൻ വയ്യ, കാലിനെന്തോ വേദനയുണ്ട്, വിഷമമുണ്ട്. ഫർളായ തവാഫൊക്കെ കഴിഞ്ഞു, ഉംറയുടെയും ഹജ്ജിന്റെ തവാഫൊക്കെ കഴിഞ്ഞു, പിന്നെ തവാഫ് ചെയ്യാൻ പറ്റുന്നില്ല. 40 തവാഫ് ചെയ്താൽ ഇത്ര വലിയ പുണ്യമുണ്ടെന്നെല്ലാം നമ്മളെ ഗ്രന്ഥങ്ങളിലുണ്ട്. പക്ഷെ എനിക്ക് പറ്റുന്നില്ല. വേണ്ട, നീ അവിടെ മാറി നിന്നിട്ട് കഅബ ഇങ്ങനെ നോക്കിയിരുന്നാൽ മതി, വേറെ പണിയൊന്നും വേണ്ട. വലിയ പ്രതിഫലമുള്ളതാണ്. നിസ്കരിക്കാൻ പറ്റുന്നില്ല, ആ ടൈമിൽ ഖുർആൻ ഓതാൻ പറ്റുന്നില്ല, ആ ടൈമിൽ പരിശുദ്ധമായ കഅബയെ നോക്കിയിരുന്നാൽ മതി. എന്തിനേറെ നമ്മുടെ ഉമ്മയുടെ മുഖത്ത് ആദരവോടുകൂടെ നോക്കലും അത് ഇബാദത്തിൽപ്പെട്ടതാണ്. ബാപ്പയുടെ മുഖത്ത് നോക്കിയിരിക്കല്, അതുപോലെ തന്നെ നമ്മുടെ ഷെയ്ഖന്മാർ. അതുകൊണ്ടാണല്ലോ മഹാനായ മടവൂർ ഷെയ്ഖിന്റെ ഉസ്താദാണല്ലോ, ഷെയ്ഖാണല്ലോ പുലി മൊയ്തീൻ എന്ന് പറയുന്ന മഹാൻ. പുലി മൊയ്തീൻ അവരുടെ ഖബർ അങ്ങ് ഉള്ളാളത്താണ്. ബഹുമാനപ്പെട്ട CM വലിയുള്ളായ മഹാനടുക്കലേക്ക് ചെന്ന് ഇജാസത്തിന് വേണ്ടി, തെരീക്കത്തിന് വേണ്ടി, അതുപോലെ തന്നെ ആ തെരീക്കത്തിൽ മെമ്പറായി കൂട്ടാൻ വേണ്ടി ചെന്നപ്പോ അവിടെ നിന്ന് കൊടുത്ത പണി എന്താണ്? എന്റെ മുഖത്ത് നോക്കിയിരിക്കുക, വേറെ പണിയൊന്നുമില്ല, ഞാൻ പറയുന്നത് വരെ നോക്കിയിരിക്കണം.
നിസ്കാര ടൈമിൽ പോയി നിസ്കരിക്കും, ഭക്ഷണ ടൈമിൽ പോയി ഭക്ഷണം കഴിക്കും, ബാക്കിയുള്ള ടൈമിലൊക്കെയും സിയമുലുള്ളാന്റെ പരിപാടി എന്താ? ദിക്റും സലാത്തും അല്ലല്ല, ബഹുമാനപ്പെട്ടവരുടെ മുഖത്ത് നോക്കിയിരിക്കലാണ്, കണ്ണിലേക്ക് നോക്കിയിരിക്കലാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ വഹാബി ഒരു നോക്കിയിരുന്നിട്ട് എന്താ കാര്യമുണ്ട്? പണ്ഡിതന്മാരുടെ മുഖത്ത് നോക്കിയിരിക്കല്, AP ഉസ്താദിന്റെ മുഖത്ത് ഇങ്ങനെ നോക്കിയിരിക്കല്, മശായിഖന്മാരുടെ മുഖത്ത് നോക്കിയിരിക്കല്, കഅബാലയെ നോക്കിയിരിക്കല്. എന്തിനേറെ പറയുന്നു? ഒഴുകുന്ന വെള്ളമുണ്ടല്ലോ, കെട്ടി നിൽക്കുന്ന വെള്ളമല്ല, ഒഴുകുന്ന തോട് വല്ലതുമുണ്ടെങ്കിൽ അതിൽ പോയി നോക്കിയാൽ കണ്ണിന് കാഴ്ച കിട്ടുമെന്നാണ് മഹാന്മാർ രേഖപ്പെടുത്തിയത്. പച്ചപ്പുള്ള ഹരിതമായ പ്രദേശം, അതിലേക്ക് ഇങ്ങനെ നോക്കിയാൽ കണ്ണിന് കാഴ്ച കിട്ടുമെന്നാണ്. അതൊക്കെയും ലഭിക്കുമെങ്കിൽ ഈ മഹാന്മാർ സാലിഹീങ്ങളെ മുഖത്തേക്ക് നോക്കുമ്പോ നമ്മളെ ഉമ്മ, ആ ഉമ്മയോടുള്ള നമുക്ക് കടപ്പാട് ഒരുപാടുണ്ട്. ആ ഉമ്മയുടെ മുഖത്ത് നോക്കുമ്പോൾ കിട്ടുന്ന പുണ്യം ചെറുതൊന്നുമല്ല. അപ്പൊ പരിശുദ്ധ ഖുർആൻ നോക്കി ഓതിയാൽ വലിയ പുണ്യമാണ്. യാസീൻ സൂറത്ത് കാണാതറിയുമെങ്കിലും നോക്കി ഓടാൻ ശ്രമം നടത്തൽ നല്ലതാണ്. അപ്പൊ പരിശുദ്ധ ഖുർആൻ മറന്നു പോകാൻ പാടില്ല, മറക്കൽ ഹറാമാണ്. അതുകൊണ്ട് പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾ, ഹാഫിളീങ്ങളെല്ലാം മറക്കാതിരിക്കാൻ എപ്പോഴും അത് ആവർത്തിച്ച് കൊണ്ടേയിരിക്കണം. അങ്ങനെ മനപ്പാഠമുള്ള പരിശുദ്ധ ഖുർആൻ നമുക്ക് കിട്ടുന്ന നേട്ടം ചെറുതൊന്നുമല്ല. ഖുർആന്റെ ലഫ്ള്, വലിയ കടുകട്ടിയുള്ള അറബി വാക്കുകളെല്ലാം ഖുർആൻ തന്നെയുണ്ട്. അതൊരു മനുഷ്യന് നേരെ ചൊവ്വെ പറയാൻ പറ്റിയാൽ പിന്നെ ഒരു കിതാബും വായിക്കാൻ പേടിക്കാനില്ല. ഗ്രാമർ നേരെ ചൊവ്വെ അറിയില്ലെങ്കിൽ പോലും ഖുർആൻ നേരെ ചൊവ്വെ ഓടിപ്പടിച്ച മനുഷ്യന് ഒഴുക്കിലൂടെ അത് വായിക്കാൻ പറ്റും. പരിശുദ്ധ ഖുർആൻ പദ്യമല്ല, എന്നാ ഗദ്യമാണോ? ഗദ്യമല്ല. പരിശുദ്ധ ഖുർആൻ മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ എന്നുള്ള ബൈത്ത് പോലെ ചെല്ലാനുള്ളതല്ല. അതുപോലെ സുബ്ഹാനല്ലദി അത്ലാ ഫീ ശഹ്ർ റബീഉൽ അവ്വൽ ഖമർ നബിയിൽ ഹുദാ പോലെ നമ്മളെ കിതാബിൽ വായിക്കുന്ന ആ ഇബാറത്ത് പോലെ വായിക്കാനുള്ളതുമല്ല. അത് രണ്ടിന്റെയും ഇടയിൽ കിടക്കുന്ന മഹാ അത്ഭുത രൂപമാണ് അതിന്റെ ഓത്തി എന്ന് പറഞ്ഞാൽ. അത് പദ്യമല്ല, ഗദ്യവുമല്ല. സുബ്ഹാനല്ലാഹ്, റബ്ബിന്റെ വചനമാണത്. അതുകൊണ്ട് തന്നെ ഒരു കാലത്ത് മുത്തനബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരു കാലം വരാനുണ്ട് അന്ന് ഖുർആൻ പാട്ടുരൂപത്തിലാക്കുമെന്ന്. ഇന്ന് പല ആയത്തുകളെയും പലരും പാട്ടുരൂപത്തിലാക്കേണ്ട ഹറാമാണത്. പരിശുദ്ധ ഖുർആൻ മലയാളത്തിൽ എഴുതൽ ഹറാമാണ്. പരിശുദ്ധ ഖുർആൻ മലയാളത്തിൽ എഴുതൽ ഹറാമാണ്, പാട്ടുരൂപത്തിലാക്കുന്നത് ഹറാമാണ്. അതിന് പ്രത്യേകം ആ ശൈലി തന്നെ കൊണ്ടുപോകേണ്ടതാണ്. ആ ശൈലി പഠിപ്പിക്കുന്ന കേന്ദ്രമാണ് ഹിഫ്ദുൽ ഖുർആൻ കോളേജ്. മാഷാ അല്ലാഹ്, നമ്മുടെ ഇവിടെയും അൽഹംദുലില്ലാഹ് ഹിഫ്ദ് തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ച് അതിനു വേണ്ടിയുള്ള ഒരുക്കത്തിലാണ്. അതിനു വേണ്ടിയാണ് നമ്മൾ ഇവിടെ എല്ലാവരും ഒരുമിച്ച് കൂടിയത്. ബഹുമാനപ്പെട്ട മുത്തന്നു തങ്ങള് വരുന്നതിന്റെ ഉള്ളിലായിട്ട് ഏതാനും കുറച്ച് ആശംസകൾ നടക്കാനുണ്ട്. അത് കഴിഞ്ഞാൽ ഉത്തരങ്ങൾ എങ്ങനെയാണോ ഈ കുട്ടികൾക്ക് എന്തോതി കൊടുത്തുകൊണ്ടാണ് ഹിഫ്ദ് തുടങ്ങുന്നത്, നമ്മളത് സാക്ഷിയാവുകയാണ്. അല്ലാഹു എല്ലാം കബൂൽ ചെയ്ത് ഇസ്സത്തിലും റാഹത്തിലും ബറക്കത്തിലും ആക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.